വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, IT ഹബ്ബ്, മാളുകൾ തുടങ്ങിയ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്കെത്തുന്നതോടെ തലസ്ഥാന നഗരത്തിൽ ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും കുതിച്ചുചാട്ടം. കഴിഞ്ഞ വർഷങ്ങളിലേതിനെ അപേക്ഷിച്ച് ഈ വർഷം റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ രജിസ്ട്രേഷനിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്ന എറണാകുളത്തെ പിന്തള്ളിയാണ് തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം. 2023-ലേതിനെ അപേക്ഷിച്ച് 2024-ൽ 49% രജിസ്ട്രേഷൻ വർധനവുണ്ടായെന്നാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഫ്ളാറ്റുകളും വില്ലകളും വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഫ്ലോട്ടുകളും അടക്കം 2987 റെസിഡൻഷ്യൽ യൂണിറ്റുകൾ 2024-ൽ രജിസ്റ്റർ ചെയ്തു. എറണാകുളത്ത് 2864 യൂണിറ്റുകളാണ് ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്തത്. 2022-23 കാലത്ത് 2000 യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിരുന്നിടത്താണ് ഇത്തവണ തിരുവനന്തപുരത്തുണ്ടായ ഈ വർധനവ്. 2024-ൽ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തത് 2987 റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ചയും വ്യവസായ നഗരമെന്ന കൊച്ചിയുടെ മുഖച്ഛായയുമാണ് നേരത്തെ എറണാകുളത്തെ റിയൽ എസ്റ്റേറ്റ് ഹബ്ബായി കണക്കാക്കിയിരുന്നത്. എന്നാൽ വൻകിട ബിൽഡിംഗുകളും ഫ്ളാറ്റുകളും തിങ്ങി നിറഞ്ഞതോടെ എറണാകുളത്തേക്കാൾ മെച്ചപ്പെട്ട സന്തുലിത വാസത്തിനായി ആളുകളെ തിരുവനന്തപുരത്തേക്ക് ആകർഷിക്കാൻ കാരണമായെന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള പുതിയ തൊഴിൽ സാധ്യതകൾ, ഭരണകൂട സ്ഥിരാകേന്ദ്രം, IT ഹബ്ബ്, മികച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നീ ഘടകങ്ങളും ആളുകളെ ആകർഷിക്കുന്നുണ്ട്. തമിഴ്നാട് അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ കടന്നുവരവും കൂടുതൽ നിക്ഷേപ സാഹചര്യങ്ങൾ തേടുന്നവരും പ്രൊഫഷണലുകളും തിരുവനന്തപുരത്ത് ഫ്ളാറ്റുകളും വില്ലകളും സ്വന്തമാക്കുന്നുണ്ട്. ആവശ്യക്കാർ ഏറിയതോടെ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക സ്ഥലങ്ങളിലെയും ഭൂമി വിലയിലും വലിയ തോതിലുള്ള വർധനവുണ്ടായിട്ടുണ്ട്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും കൂടുതൽ അവസരങ്ങളും നോക്കിയാണ് ആളുകൾ അനുയോജ്യമായ പാർപ്പിടങ്ങൾ കണ്ടെത്തുന്നത്. തിരുവനന്തപുരത്ത് അത്തരം പ്രയോജനങ്ങളും വികസനവും കൂടുതലായി ഉണ്ടാകുന്നുമുണ്ട്. അതാണ് റിയൽ എസ്റ്റേറ്റ് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. സൈബർ സിറ്റി അടക്കമുള്ള കൂടുതൽ വികസനങ്ങൾ ഉണ്ടാകുന്നതോടെ താമസിക്കാതെ എറണാകുളത്തും ഈ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ PS കുര്യൻ പറഞ്ഞു. അതിനിടെ വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യവസായിക സാമ്പത്തിക വളർച്ചാ മുനമ്പ് തിരുവനന്തപുരത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലടക്കം വൻകിട വികസനം എത്തിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെയുള്ള വളർച്ചയുടെ പ്രയോജനം കൂടുതൽ ലഭിക്കുക തലസ്ഥാന ജില്ലയ്ക്ക് തന്നെയാകും. മേഖലാ വളർച്ച സുഗമമാക്കുന്നതിനുള്ള പ്രധാന നോഡുകളായി കണക്കാക്കുന്നത് ഇവയാണ്: സമുദ്രോൽപ്പന്ന ഭക്ഷ്യസംസ്കരണവും കയറ്റുമതിയും, കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ, ITES, ബഹിരാകാശ മേഖല, ഗതാഗതവും ലോജിസ്റ്റിക്സും, പുനരുപയോഗ ഊർജ്ജം, അസംബ്ലിംഗ് യൂണിറ്റുകൾ, മെഡിക്കൽ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി 1456 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന നിക്ഷേപ വ്യാപാര മേഖല വഴി വളർച്ച നേടാനാകും. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 1000 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുമുണ്ട്. അടിസ്ഥാന വികസനം, വ്യവസായിക ഇടനാഴികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിങ്ങനെ 3 വർഷത്തിനിടെ 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാന ഹൈവേകൾക്കും റെയിൽ ശൃംഖലകൾക്കും സമീപം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാകും പദ്ധതികൾക്ക് കേന്ദ്രമാകുക. വിഴിഞ്ഞം കൊല്ലം ദേശീയപാത, കൊല്ലം ചെങ്കോട്ട ദേശീയപാത, ഇതേ ദിശയിലുള്ള പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാത, കൊല്ലം ചെങ്കോട്ട റെയിൽപാത, പുനലൂർ നെടുമങ്ങാട് വിഴിഞ്ഞം റോഡ് എന്നിവയാണ് ഈ വളർച്ചാ മുനമ്പിന്റെ 3 വശങ്ങൾ. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡും വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും വികസന കേന്ദ്രങ്ങളാകും. ഇതെല്ലാം തലസ്ഥാനത്തിന്റെ മുഖവര മാറ്റുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.